ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു തിങ്കിങ് ഗ്യാപ്പ്. തിങ്കിങ് ഗ്യാപ്പിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് നിങ്ങളെവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൗണ്ടേഷൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ദാറ്റ് ഈസ് നമ്മൾ ഇന്നലെ പഠിച്ച് നടത്തിയത് സ്പ്രെഡ് ഫൗണ്ടേഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്കധികം സമയം കളയേണ്ട, നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ച് നടത്തിയത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പ്രെഡ് ഫൗണ്ടേഷൻ ആണ്. അതിൻ്റെ ഒരു 9 പോയിൻറ്റ്സ് പറഞ്ഞു. അത് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ വാൾ ഫൂട്ടിംഗ്, സെക്കൻഡ് വൺ ഐസൊലേറ്റഡ് ഓർ കോളം ഫൂട്ടിംഗ്, തേർഡ് വൺ കമ്പൈൻഡ് ഫൂട്ടിംഗ്, ഫോർത്ത് വൺ കാൻഡിലിവർ, ഫിഫ്ത്ത് വൺ കണ്ടിന്യൂസ്, സിക്സ്ത് വൺ ഇൻവേർട്ടഡ് ആർക്ക്, സെവൻത് വൺ ഗാർബേജ് ഫൗണ്ടേഷൻ, എയ്ത്ത് വൺ റാഫ്റ്റ് ഓർ മാറ്റ്, നയൻത് വൺ സ്റ്റെപ്ഡ് ഫൗണ്ടേഷൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് പഠിച്ച സ്പ്രെഡ് ഫൗണ്ടേഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വാൾ ഫൂട്ടിംഗ്. അപ്പോൾ വാൾ ഫൂട്ടിങ്ങിൻ്റെ ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വാൾ ഫൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്പ്രെഡ് ഫൂട്ടിംഗ്. വാൾ ഫൂട്ടിങ്ങിനെ വിളിക്കുന്ന വേറൊരു പേര് സ്പ്രെഡ് ഫൂട്ടിംഗ്. വാൾ ഫൂട്ടിംഗ് ഈസ് ഓൾസോ നോൺ ആസ് സ്പ്രെഡ് ഫൂട്ടിംഗ്. Footing provided under a wall is known as wall footing. Footing provided under a wall is known as wall footing. വാളിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇത് വാൾ ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഫോർ സിമ്പിൾ ഫ്യൂട്ടിംഗ് ബേസ് വിഡ്ത്ത് ഈസ് 2 times the wall thickness. 2 times the wall thickness. 2 times the wall thickness. അപ്പോൾ അതിൽ 3 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കിയത്. ഫസ്റ്റ് വൺ വാൾ ഫൂട്ടിങ്ങിനെ വിളിക്കുന്ന വേറൊരു പേരെന്ന് പറയുന്നത് സ്പ്രെഡ് ഫൂട്ടിംഗ്. Footing provided under a wall is known as wall footing. Footing provided under a wall is known as wall footing. അതുപോലെ തന്നെ simple footing base width is 2 times the wall thickness. 2 times the wall thickness. അതാണ് wall footing എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഐസൊലേറ്റഡ് ഓർ കോളം ഫൂട്ടിംഗ്. സോ ഐസൊലേറ്റഡ് ഓർ കോളം ഫൂട്ടിംഗ് ഈസ് യൂസ്ഡ് ടു സപ്പോർട്ട് ഐസൊലേറ്റഡ് കോളംസ്. ഐസൊലേറ്റഡ് കോളംസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഐസൊലേറ്റഡ് ഓർ കോളം ഫൂട്ടിംഗ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള കോളംസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഐസൊലേറ്റഡ് ഓർ കോളം ഫൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തേർഡ് വൺ എന്ന് പറയുന്നത് കമ്പൈൻഡ് ഫൂട്ടിംഗ്. Third one is combined footing. Combined footing means a common footing constructed for 2 or more column is known as combined footing. 2 or more column is known as combined footing. Rectangular footing is provided when the load acting on 2 columns are almost equal. അപ്പോൾ റെക്റ്റാങ്കുലർ ഫൂട്ടിംഗ് ഈസ് പ്രൊവൈഡഡ് വെൻ ലോഡ് ആക്ടിങ് ഓൺ 2 columns ആർ ഓൾമോസ്റ്റ് ഈക്വൽ ആകുമ്പോഴാണ് നമ്മൾ റെക്റ്റാങ്കുലർ ഫൂട്ടിംഗ് യൂസ് ചെയ്യുന്നത്. ട്രപ്പിസോയിഡൽ ഫൂട്ടിങ്സ് ആർ റെക്കമെൻഡഡ് ഇൻ 2 സിറ്റുവേഷൻ. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലോഡ് ആക്ടിങ് ഓൺ വൺ ഓഫ് ദ കോളം ഈസ് വെരി ഹൈ. എന്ന് പറയുന്നത് വെരി ഹൈ. ലോഡ് ആക്ടിങ് ഓൺ one of the column is very high, and the second one is when one of the column is very close to the boundary. അങ്ങനെയുള്ള 2 സിറ്റുവേഷനിലാണ് നമ്മൾ ട്രപ്പിസോയിഡൽ ഫൂട്ടിംഗ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കമ്പൈൻഡ് ഫൂട്ടിംഗ് നൽകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കോളംസ് അടുപ്പിച്ച് വരുമ്പോഴാണ് നമ്മൾ കമ്പൈൻഡ് ഫൂട്ടിംഗ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്രപ്പിസോയിഡൽ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോളത്തിൽ ലോഡ് കൂടുതലാകുമ്പോഴാണ്. നമ്മൾ ട്രപ്പിസോയിഡൽ ഫൂട്ടിംഗ് യൂസ് ചെയ്യുന്നത്. ഇതാണ് കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഫോർത്ത് വൺ എന്ന് പറയുന്നത് കാൻഡിലിവർ ഫൂട്ടിംഗ്. സോ കാൻഡിലിവർ ഫൂട്ടിംഗ് ഈസ് ദിസ് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ഈസ് യൂസ്ഡ് വെൻ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്ലേസ് എ ഫൂട്ടിംഗ് ഡയറക്ട്ലി ബിനീത്ത് ദ കോളം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫൂട്ടിംഗ് യൂസ് ചെയ്യേണ്ടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്ലേസ് എ ഫൂട്ടിംഗ് ഡയറക്ട്ലി ബിനീത്ത് ദ കോളം. So columns are connected by a strap. Or cantilever beam. ആണ് സ്ട്രാപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്. The load from the exterior column is partially transferred to the interior column through the strap. യൂസ് ചെയ്തിട്ടാണ് ഇത് കണക്റ്റ് ആവുന്നത്. അപ്പോൾ കാൻഡിലിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിയറിംഗ് ആയ കോളമിന് ഡയറക്റ്റായിട്ട് ഫൂട്ടിംഗ് കൊടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ ഒരു കാൻഡിലിവർ ബീം വെച്ച് വേറൊരു കോളമായിട്ട് കണക്റ്റ് ചെയ്യും. അപ്പോൾ ആ കോളമിൽ വരുന്ന ലോഡിൻ്റെ
കുറച്ച് ഭാഗം മറ്റേ കോളമായിട്ട് ട്രാൻസ്ഫർ ആകും. ഇതാണ് കാൻഡിലിവർ ഫൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമ്മുടെ ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫൂട്ടിംഗ്. അപ്പോൾ കണ്ടിന്യൂസ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ ഫൂട്ടിങ്ങിൽ കൊടുക്കുന്നതാണ് കണ്ടിന്യൂസ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് എ സിംഗിൾ കണ്ടിന്യൂസ് ആർ സി സി മീൻസ് റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് സ്ലാബ് ആക്ട് ആസ് എ ഫൗണ്ടേഷൻ ഓഫ് 2 or more കോളംസ്. അപ്പോൾ അതാണ് കണ്ടിന്യൂസ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇഫ് എ സിംഗിൾ കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് സ്ലാബ് ആക്ട് ആസ് എ ഫൗണ്ടേഷൻ ഓഫ് 2 or more കോളംസ്, അതാണ് കണ്ടിന്യൂസ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഒറ്റ ഫൂട്ടിംഗ് കൊടുക്കും, ഒറ്റ ഇതിലാണ് ബാക്കിയുള്ള ഇതെല്ലാം നിൽക്കുന്നത്. അതാണ് നമ്മുടെ കണ്ടിന്യൂസ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സിക്സ്ത് വൺ എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ. അപ്പോൾ ഇത്തരത്തിലാണ് ഇൻവേർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ വരുന്നത്. അപ്പോൾ ഇൻവേർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ, ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ഇൻവേർട്ടഡ് ആർച്ചസ് ആർ കൺസ്ട്രക്റ്റഡ് ബിറ്റ്വീൻ 2 walls at the base. 2 walls at the ബേസിലായിരിക്കും അത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ സോയിൽ ഓഫ് ലോ ബിയറിംഗ് കപ്പാസിറ്റി വെൻ ദ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഈസ് കെപ്റ്റ് ടു ലോ. അപ്പോൾ ഇത് സ്യൂട്ടബിൾ ആകുന്നത് സോയിൽ ഓഫ് ലോ ബിയറിംഗ് കപ്പാസിറ്റി ആൻഡ് വെൻ ദ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഈസ് ടു ബി കെപ്റ്റ് ലോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇൻവേർട്ടഡ് ആർച്ച് ഫൗണ്ടേഷനിൽ പറയുന്നത്. സെവൻത് വൺ എന്ന് പറയുന്നത് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ, ദാറ്റ് ഈസ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ. അപ്പോൾ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ഹെവി ലോഡ്സ് ഫ്രം സ്റ്റീൽ കോളംസ് ടു സോയിൽ ഹാവിംഗ് ലോ ബിയറിംഗ് കപ്പാസിറ്റി ഓർ വെയർ ദ ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഈസ് ലിമിറ്റഡ് ടു 1 to 1.5 മീറ്റർ. 1 to 1.5 മീറ്റർ. അതുപോലെ തന്നെ ഇറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് വിത്ത് RST, ദാറ്റ് ഈസ് റോൾഡ് സ്റ്റീൽ ജോയിൻസ് അല്ലെങ്കിൽ RSJ, റോൾഡ് സ്റ്റീൽ ജോയിൻസ്. പിന്നെ ഇതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ തിയേറ്റേഴ്സ്, ഫാക്ടറീസ്, ടൗൺ ഹാൾസ്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹാൾ എക്സെട്ര ഇവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് തിയേറ്റേഴ്സ്, ടൗൺ ഹാൾസ്, കമ്മ്യൂണിറ്റി, പിന്നെ ഫാക്ടറീസ്. അപ്പോൾ ഇതാണ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ എയ്ത്ത് എന്ന് പറയുന്നത് മാറ്റ് ഓർ റാഫ്റ്റ് ഫൗണ്ടേഷൻ. സോ മാറ്റ് ഫൗണ്ടേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഫ്ലാറ്റ് ഫൗണ്ടേഷൻ. അപ്പോൾ മാറ്റ് ഫൗണ്ടേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഫ്ലാറ്റ് ഫൗണ്ടേഷൻ. So it is a concrete slab which cover the entire area below the boundary and support the columns and walls. ഇതെന്ന് പറയുന്നത് കോൺക്രീറ്റ് സ്ലാബ് വിച്ച് കവർ ദ എൻറ്റയർ ഏരിയ ബിലോ ദ ബൗണ്ടറി ആൻഡ് സപ്പോർട്ട് ഓൾ കോളംസ് ആൻഡ് വാൾസ്. നെക്സ്റ്റ് പറയുന്നത് മാറ്റ് ഫൗണ്ടേഷൻ ഈസ് യൂസ്ഡ് വെൻ ദ സോയിൽ ഈസ് സോഫ്റ്റ് ക്ലേ ഓർ മേക്കപ്പ് ലാൻഡ് ഓർ മാർഷി ലാൻഡ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് മാറ്റ് ഓർ റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ 9th വൺ എന്ന് പറയുന്നത് സ്റ്റെപ്ഡ് ഫൗണ്ടേഷൻ. 9th വൺ ഈസ് സ്റ്റെപ്ഡ് ഫൗണ്ടേഷൻ. വെൻ ദ ഗ്രൗണ്ട് ഈസ് സ്ലോപ്പിംഗ്, ദാറ്റ് ഈസ് slope is greater than 10 degree, it is uneconomical to provide foundation at the same level. It is uneconomical to provide the foundation at the same level. So the overlap between 2 layers of foundation slab must be greater than the depth of concrete slab. അപ്പോൾ ഫൗണ്ടേഷൻ സ്ലാബ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ദ ഡെപ്ത് ഓഫ് കോൺക്രീറ്റ് സ്ലാബ്. അതാണ് സ്റ്റെപ്ഡ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ സ്പ്രെഡ് ഫൗണ്ടേഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു വീഡിയോ ആയി വരുന്നതായിരിക്കും. ഗുഡ് ബൈ.